നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 37. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 4 51 ശ്ലോകം പറയേണ്ടത്. അപ്പോൾ ആസ് യൂഷ്വൽ 50 ശ്ലോകം കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായിരുന്നു? ഏവം കുതർക്കയോഗേന തത്ഫലം നൈവ ഭക്ഷിതം പത്യാ പൃഷ്ടം ഫലം ഭുക്തം ച ഇതി തയേരിതം. ഇങ്ങനെ ഓരോരോ ദുരാലോചനകൾ നിമിത്തം ആ ഫലത്തെ അവൾ ഭക്ഷിച്ചില്ല. മാത്രമല്ല, ഭർത്താവ് ചോദിച്ചപ്പോൾ ഭക്ഷിച്ചു എന്ന് പറയുകയും ചെയ്തു. ഗംഭീരായി. ഇനി 3 ശ്ലോകം ഒന്നായിട്ടാണ്, 51, 52, 53. ഏകദാ ഭഗിനി തസ്യ ആസ്തദ്ഗൃഹേ സ്വേച്ഛയാ ആഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹദീഹി മേ. ദുർബല തേന ദുഃഖേന ഹി അനുജേ കരവാണി കിം സ അബ്രവീൻ മഗർഭോ അസ്തി തം ദാസ്യാമി പ്രസൂദിത. താവത് കാലം സഗർഭേവ ഗുപ്താ തിഷ്ടഗൃഹേ സുഖം വിത്തം ത്വം മത്പദേര്യശ്ച സതേ ദാസ്യതി ബാലകം. ഏകദാ ഭഗിനി തസ്യാസ്തദ്ഗൃഹേ സ്വേച്ഛയാ ആഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹദീഹി മേ. ദുർബലാ തേന ദുഃഖേന ഹ്യനുജേ കരവാണി കിം സ അബ്രവീൻ മഗർഭോ അസ്തി തം ദാസ്യാമി പ്രസൂദിത. താവത് കാലം സഗർഭേവ ഗുപ്താതിഷ്ടഗൃഹേ സുഖം വിത്തം ത്വം മത്പദേര്യശ്ച സതേ ദാസ്യതി ബാലകം. ഇവിടെ ഒരു ശ്ലോകത്തിൽ ഒരു വാക്ക് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം പ്രിൻ്റിൽ എന്തോ ചെറിയൊരു പ്രശ്നം. പിന്നെ ഞാൻ തെറ്റിപ്പറഞ്ഞു എന്ന് വേണ്ട. അപ്പോൾ നമുക്ക് വേറൊരു ഗ്രന്ഥമുണ്ട്, അതിൽ നമുക്ക് നോക്കാം. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം നമ്മൾക്ക് 4-ാമത്തെ ആണ് അല്ലേ? ഭാഗവതം മാഹാത്മ്യം ഒരു മിനിറ്റ് 4-ാം അധ്യായം 52-ാമത്തെ ശ്ലോകത്തിലാണ് സംശയം. 52 കണ്ടോ? ദുർബല തേന ദുഃഖേന ഹ്യനുജേ കരവാണിയും തന്നെയാണ്. അപ്പോൾ ഇവിടെ ദുഃഖന എന്നേ ഉള്ളൂ, അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ അത് ദുഃഖേന തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നാളെ നമ്മൾക്കൊരു പ്രശ്നം വരാൻ പാടില്ലല്ലോ. പലരും ഇത് കേൾക്കും കാണും. അപ്പോൾ നമ്മൾക്ക് അബദ്ധം പറ്റണതൊക്കെ കഴിയുന്നിടത്തോളം ശ്രദ്ധിക്കുക. എൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. അപ്പോൾ ദുഃഖേന തന്നെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനർത്ഥം പറയാം. സഖിയോട് സംഭാഷണം ചെയ്ത ശേഷം ഈ ആത്മദേവൻ്റെ ഭാര്യ ദുന്ദുലി സംഭാഷണം ചെയ്ത ശേഷം അനുജത്തിയുമായുണ്ടായ സംഭാഷണത്തെ പറയുന്നു. ഒരു ദിവസം ഇവളുടെ അനുജത്തി കാര്യമൊന്നുമില്ലാതെ തന്നെ ജ്യേഷ്ഠത്തിയുടെ ഗൃഹത്തിൽ വന്നു. അവളോട് വർത്തമാനമെല്ലാം സത്യമായിട്ട് പറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെ ആസിറ്റീസ് പറഞ്ഞു. ഭർത്താവിനെ വഞ്ചിപ്പാനായിട്ട് മാമ്പഴം കഴിച്ചുവെന്ന് പറഞ്ഞതാലോചിച്ച് ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നു. ഇതൊരു കോമൺ ഫാക്ടറാണ്. നമ്മൾ അഹങ്കാരം കൊണ്ട് തെറ്റ് ചെയ്യും, പിന്നെ നമ്മളതിന് ദുഃഖിക്കും.
അതിനുള്ള ഇടവരുത്തരുത്. ഒരു കർമ്മം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കണം, നമ്മൾ നല്ലതാണോ ചെയ്യുന്നത്, അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് നമ്മൾ അറിയണം. അപ്പോൾ സ്വന്തം ഭർത്താവിനോട് നുണ പറഞ്ഞു എന്നുള്ള ആ മനസാക്ഷി കുത്ത് അനിയത്തോട് പറഞ്ഞു. ഭർത്താവിനെ വഞ്ചിപ്പാനായിട്ട് മാമ്പഴം കഴിച്ചുവെന്ന് പറഞ്ഞത് ആലോചിച്ച ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നു. ആ ദുഃഖം നിമിത്തം എനിക്ക് യാതൊന്നും പ്രവർത്തിപ്പാൻ ശക്തിയല്ലാതെ വന്നിരിക്കുന്നു. അനുജത്തി, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ അനുജത്തി അതിന് ഉത്തരം പറയണു, ജ്യേഷ്ഠത്തി വ്യസനിക്കേണ്ട. അതപ്പോൾ നല്ലത് പറയാനല്ല ഉണ്ടാവുക. മാർഗം ഞാൻ പറയാം. എനിക്കിപ്പോൾ ഗർഭമുണ്ട്, പ്രഗ്നൻസി ഉണ്ട്. പ്രസവിച്ച ശേഷം ആ ശിശുവിനെ നിനക്ക് ഞാൻ തരാം. ആ കാലം വരെ നീ ഗർഭിണിയാണെന്ന് നടിച്ചും കൊണ്ട് ആരെയും കാണാതെ വീട്ടിൽ സുഖമായി ഒളിഞ്ഞിരുന്നു കൊള്ളുക. എന്നാൽ എൻ്റെ ഭർത്താവ് കൂടെ അതിനനുവദിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് നീ അദ്ദേഹത്തിന് കുറേ പണം കൊടുക്കുക. എന്നാൽ അദ്ദേഹം നിനക്ക് ശിശുവിനെ തരും. അപ്പോൾ ഇവിടെ ഈ കുട്ടികളെ കാശ് കൊടുത്ത് വാങ്ങുക എന്നുള്ളത് സമൂഹത്തിൽ എന്നും തുടങ്ങിയതൊന്നുമല്ല. ഭാഗവത കാലത്ത് തന്നെ സ്വന്തം വ്യക്തിത്വത്തിനെ അപമാനിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. അടുത്ത ശ്ലോകം 54. ഷണ്മാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യം ആഗത്യതേ ഗൃഹേ. ഷണ്മാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യം ആഗത്യതേ ഗൃഹേ. എൻ്റെ ബാലനെക്കുറിച്ച് ജനങ്ങൾ അന്വേഷിക്കുമ്പോൾ 6 മാസം ജീവിച്ചിരുന്നു, അതിൽ പിന്നെ മരിച്ചുവെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് അനിയത്തി. അതിനെ അനുസരിച്ച് ജനങ്ങളും പറയും, ആ ബാലകനെ നിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് തരാം. നിത്യവും ഞാൻ നിൻ്റെ ഗൃഹത്തിൽ വന്ന് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യാം. അതായത് സ്തന്യപാനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കുട്ടീനെ രക്ഷിച്ചോളാം. അത് കഴിഞ്ഞ് 55-ാമത്തെ ശ്ലോകം പറയണു. ഫലം അർപ്പയധ്വേനേ ത്വം പരീക്ഷാർത്ഥം തു സാമ്പ്രതം തത്തഥാചരിതം സർവം തദൈവ സ്ത്രീ സ്വഭാവതാം. ഫലം അർപ്പയധേന്യൈ ത്വം പരീക്ഷാർത്ഥം തു സാമ്പ്രതം തത്തഥാചരിതം സർവം തദൈവ സ്ത്രീ സ്വഭാവത. എന്താ അതിനർത്ഥം പറയാം? ഈ ഫലം ഭക്ഷിച്ചാൽ ഗർഭം ധരിക്കുമോ എന്ന് പരീക്ഷിപ്പാൻ ഇപ്പോൾ പശുവിന് ഫലത്തെ സമർപ്പിക്കുകയെന്ന് അനുജത്തി പറഞ്ഞതനുസരിച്ച് സ്ത്രീകൾക്ക് സഹജമായുള്ള ദോഷബുദ്ധിയുടെ പ്രേരണയാൽ എല്ലാം വേണ്ടതുപോലെ ചെയ്തു. ഇവിടെ 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന്, ഭർത്താവിനെ വഞ്ചിച്ചു എന്ന് മനസാക്ഷി കുത്തു പറയുന്ന ചേച്ചി. അതൊന്നും സാരമില്ല, ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ അങ്ങയ്ക്ക് തന്നോളാം, ഞാൻ ഇടയ്ക്ക് വന്ന് ദിവസേന വന്ന് സ്തന്യപാനം ചെയ്ത് കുട്ടിയെ പരിപാലിച്ചോളാം, എൻ്റെ ഭർത്താവിന് കുറച്ച് കാശ് നീ കൊടുത്താൽ മതി, അയാൾ എപ്പോഴും ചൂതുകളിയും കള്ളു കുടിക്കുന്ന ആളാണ്, അയാൾ സന്തോഷമായിരിക്കും, അയാളുടെ കുട്ടീനെ തരാൻ അയാൾക്ക് വിഷമമുണ്ടാവില്ല. അപ്പോൾ ഇവിടെ 2 എക്സ്ട്രീം എൻഡ് കഥാപാത്രങ്ങളെയാണ് വ്യാസർ ഇവിടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 56-ാമത്തെ ശ്ലോകം പറയണു. അധകാലേന സാ നാരി പ്രസൂതാ ബാലകം തഥാ ആനീയ ജനകോ ബാലം രഹസ്യേ ദുന്ദുലിം ദദാഓ. അധകാലേന സാ നാരി പ്രസൂതാ ബാലകം തഥാ ആനീയ ജനകോ ബാലം രഹസ്യേ ധുന്ദുലീം ദദൂ. എന്താ? അനന്തരം അനുജത്തി പ്രസവകാലമായപ്പോൾ ബാലകനെ പ്രസവിച്ചു. ഒരു ആൺകുട്ടീനാണ് പ്രസവിച്ചത്. 6 മാസം വളർത്തി. ജ്യേഷ്ഠത്തിയോ ഗർഭമില്ലാത്ത കാരണത്താൽ പ്രസവിച്ചതുമില്ല. ഈ അവസരത്തിൽ അനുജത്തിയുടെ ഭർത്താവ് ബാലകനെ ആരുമറിയാതെ കൊണ്ടുവന്ന് ജ്യേഷ്ഠത്തിക്ക് കൊടുത്തു. രഹസ്യേ ദുന്ദുലീം ദദു. ദുന്ദുലി എന്നാണ് ആ ആൺകുട്ടിയുടെ പേര്. അപ്പോൾ അമ്മയുടെ പേര്
പിന്നെ എന്താണെന്നാ പറയുക, അല്ല അതെ, ദുന്തിലിയും കൊടുത്തു. അപ്പം ഈ കുട്ടിയുടെ പേര് ദുന്ദുകാരി എന്നാണ് വരിക, ശ്രദ്ധിക്കുക. അപ്പോൾ 57-ാമത്തെ ശ്ലോകം, തയാചകഥിതം ഭർത്രേ പ്രസൂത സുഖമർഭക ലോകസ്യ സുഖമുത്പന്നം ആത്മദേവ പ്രചോദയാത്. അവിടെ 2-ാമത്തെ വരിയിൽ അവസാനത്തെ ഭാഗം ഒരു കൂട്ടക്ഷര. അപ്പോൾ അത് മുറിച്ച് വായിച്ചാലേ ഉചിതമായിട്ട് തോന്നുള്ളൂ. തയാചകഥിതം ഭർത്രേ പ്രസൂത സുഖമർഭക ലോകസ്യ സുഖമുത്പന്നം ആത്മദേവ പ്രചോദയാത് തന്നെ വായിക്കണം. ഉടനെ ദന്തുലി ഭർത്താവിനോട് ഞാൻ സുഖമായി പ്രസവിച്ചു, പ്രസവവേദനയോ മറ്റു ദുഃഖമോ ഒന്നും ഉണ്ടായില്ല എന്ന് കല്ല് വെച്ചൊരു നുണ പറഞ്ഞു. ആത്മദേവന് സന്താനമുണ്ടായി എന്നറിഞ്ഞു ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. ഇത്രയും വ്യാജം എങ്ങനെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തി എന്നുള്ള ശങ്കയുണ്ടാവാം. ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ശങ്കകളെ കോമൺ ആയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യാണ്. ദുഷ്ടസ്ത്രീ ചരിതം അറിയുവാൻ കഴിയാത്ത ഒന്നാണെന്ന് മാത്രമേ അതിന് സമാധാനമുള്ളൂ. വാട്ട് ഈസ് ദി പ്രോപ്പർ റിപ്ലൈ ടു ദാറ്റ് ക്വസ്റ്റ്യൻ? അതായത് സ്ത്രീ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. അതായത് വളരെ സ്വർഗീയമായ പരിവേഷങ്ങളും സ്ത്രീക്ക് നമ്മൾക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും. നരകത്തെയും പ്രദാനം ചെയ്യാൻ സാധിക്കും. ആർക്ക്? നാരിക്ക്. അതുകൊണ്ടാണ് നാരി സദാസമയത്തും ആദരിക്കപ്പെടേണ്ടവളാണ്. അതുകൊണ്ടാണ് ആദ്യം അച്ഛൻ, പിന്നെ സഹോദരൻ, പിന്നെ ഭർത്താവ്, പിന്നെ മക്കൾ മുഖാന്തരം ഈ സ്ത്രീ എന്നുള്ള അമ്മ എന്നുള്ള കൺസെപ്റ്റിനെ, അത് ആദ്യം മകള്, പിന്നെ ആ മകളാണ് പിന്നെ സഹോദരിയാവണത്, ആ സഹോദരിയാണ് പിന്നെ അമ്മയാവണത്, ആ അമ്മയാണ് പിന്നെ മകനാൽ സംരക്ഷിക്കപ്പെടേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ദുഷ്ടസ്ത്രീ ചരിതം അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ദുഷ്ട ആവാൻ പാടില്ല എന്ന് പറയാം. 58-ാമത്തെ ശ്ലോകം, ദദോ ദാനം ദ്വിജാദിഭ്യോ ജാതകർമ്മ വിധായ ച ഗീതവാദിത്രഘോഷോ അഭൂതദ്വാരേ മംഗളം ബഹു. ദദോ ദാനം ദ്വിജാദിഭ്യോ ജാതകർമ്മ വിധായ ച ഗീതവാദിത്രഘോഷോ അഭൂതദ്വാരേ മംഗളം ബഹു. എന്താണ് അർത്ഥം പറയാം? പുത്രന് ജാതകർമ്മം ചെയ്തു, ബ്രാഹ്മണർക്ക് വേണ്ടുന്ന വിധം ദാനം ചെയ്തു, ആത്മദേവൻ്റെ ഗൃഹത്തിൽ പാട്ട്, വാദ്യം മുതലായ മംഗളഘോഷങ്ങൾ പലതുമുണ്ടായി. സ്വാഭാവികം. അത് കഴിഞ്ഞ് 59, 60, 61 3 ശ്ലോകങ്ങൾ ഒന്നായിട്ടാണ് പോവുക. അതെങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്, ഭർത്തൃരഗ്രേ അബ്രവീത് വാക്യം, ഒരൊറ്റ കോമ്പൗണ്ട് വേർഡാണ്. അതിനെ ഞാൻ 3ആയിട്ടാണ് വായിച്ചത്, എന്നാലേ അതിൻ്റെ അർത്ഥം അറിയുള്ളൂ. ഭർത്തൃരഗ്രേ അബ്രവീത് വാക്യം സ്തന്യം നാസ്തി കുജേ മമ അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം മത്സഹായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ മത്സഹായ. അവിടെയും ഒരു വാക്കിൻ്റെ പെശക് തോന്നുന്നുണ്ട്, അതൊന്ന് നോക്കട്ടെ. അപ്പോൾ അത് 59-ാമത്തെ ശ്ലോകം 59-ാമത്തെ ശ്ലോകം പ്രസൂതായ. സാരമില്ല, അത് പിന്നെ ഒരു സാങ്കേതികമാണ്, അത് അത്ര ബാധിക്കില്ല. എന്തോട്ടെ. മത്സ്വസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ ത്വം അകാര്യ താം അകാര്യ താം അകാര്യ. അപ്പം താം
അകാര്യ ഗൃഹേ രക്ഷ സാ തേ അർഭം പോഷയിഷ്യതി. തേ അർഭം, അർഭകം എന്നല്ല, തേ അർഭം പോഷയിഷ്യതി. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ദുന്ദുകാരീതി നാമമാത്രാ പ്രതിഷ്ഠിതം. ഭർത്തുരഗ്രേ അബ്രവീദ് വാക്യം സ്തന്യം നാസ്തി കുജേ മമ അന്യസ്തന്യേന ധൃർദുക്താ കഥം പുഷ്ണാമി ബാലകം. മൽ സ്വസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ തം അകാര്യാം ഗൃഹേ രക്ഷ സാ തേ അർഭം പോഷയിഷ്യതി. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ദുന്ദുകാരീതി നാമമാത്രാ പ്രതിഷ്ഠിതം. എന്താ ഇപ്പോൾ അർത്ഥം? ദുന്ദുലി ഭർത്താവിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, എൻ്റെ മുലയിൽ പാലില്ല, അന്യയുടെ എന്ന് പറഞ്ഞാൽ അനുജത്തിയുടെ അന്യയുടെ മുലപ്പാൽ കൊടുത്തിട്ട് കുട്ടിയെ രക്ഷിക്കുക എന്നതും പ്രയാസം. വേറൊരാളുടെ സ്തന്യം പാനം ചെയ്യിപ്പിച്ച് കുട്ടീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അവൾ വന്ന് പാല് കൊടുത്തു പോകും. ആരെ? അനുജത്തി വന്ന് പാല് കൊടുത്തു പോകും. ഇടയ്ക്ക് വേണ്ടി വരുമല്ലോ, അപ്പോൾ ബുദ്ധിമുട്ട് നേരിടും. അതിന് ഞാനൊരു ഉപായം പറയാം. എൻ്റെ സഹോദരിയുടെ കുട്ടി ഈയിടെ മരിച്ചുപോയി. അവളെ നമ്മുടെ ഗൃഹത്തിൽ വരുത്തി പാർപ്പിക്കുക. അവൾ അങ്ങയുടെ പുത്രനെ വളർത്തും. അത് കേട്ടപ്പോൾ ഭർത്താവ് അതുപോലെ ചെയ്തു. സ്ത്രീകൾ പറഞ്ഞ് കേൾക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ ഒരു രീതിയാണ്. പക്ഷേ ചിലവർ അതിന് അഡ്വാൻറ്റേജ് എടുത്ത് കൊളാക്കുന്നുള്ളത് വേറെ കാര്യം. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഭർത്താവ് അതുപോലെ ചെയ്തു. പുത്രനെ ഏതുവിധവും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡൗൺ ടു എർത്ത് സിംപ്ലിസിറ്റി ആത്മദേവൻ ആക്സെപ്റ്റ് ചെയ്യണത്? തൻ്റെ മകൻ വളരെയധികം ആഗ്രഹിച്ചുണ്ടായിട്ടുള്ളതാണ്. അതിന് കഷ്ടപ്പാടൊന്നും വരാൻ പാടില്ല. കുട്ടിക്ക് ദുന്ദുകാരി എന്നുള്ള നാമധേയം മാതാവ് കൽപ്പിച്ചു. ദുന്ദുകാരി, ദുന്ദുകാരി, അമ്മയും മകനും. 62ാമത്തെ ശ്ലോകം. ത്രിമാസേ നിർഗതേ ച അധ സാധേനു സുഷുവേ അർഭകം. ഇപ്പം എൻ്റെ ഡൗട്ട് ശരിയായും. എന്താ? മത്സ്വസായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ തം അകാര്യ ഗൃഹേ രക്ഷസാ തേ അർഭം എന്നല്ല, അർഭകം തന്നെ വേണം. ഏത്? 60ാമത്തെ ശ്ലോകത്തിൽ 2ാമത്തെ വരി അർഭകം തന്നെ വേണം. അർഭം എന്നേ ഉള്ളൂ. ഇത് നോക്കൂ, ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് ഇത് പ്രിൻ്റ് ചെയ്യണത്. അത് വേണ്ട മാതിരി പ്രൂഫ് റീഡിംഗ് ഒന്നും നടക്കണില്ല എന്നുള്ളത് ഇപ്പോൾ എത്ര പ്രാവശ്യമായി പറയേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ അർഭകം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, 62ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. ഈ തെറ്റ് 60ാമത്തെ ശ്ലോകത്തിലാണ്. അർഭം, തേ അർഭം എന്നുള്ള അർഭകം പോഷയിഷ്യതി എന്ന് വേണം. അപ്പോൾ 62 ത്രിമാസേ നിർഗതേ ച അധ സാധേനു സുഷുവേ അർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. അപ്പോൾ പശുവിന് മാമ്പഴം കൊടുത്തപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ആ പശു സർവാംഗസുന്ദരനും സ്വർണ്ണകാന്തിയുള്ളവനും നിർമ്മലനും ദിവ്യനുമായ ഒരു കുട്ടിയെ പ്രസവിച്ചു. അതാണ് ഗോകർണൻ. പശുവിൻ്റെ ചെവി പോലെ ആകൃതിയുള്ളവെന്നൊക്കെ പറയണം. അപ്പോൾ 63ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു സംസ്കാരാൻ സ്വയമാധതേ ആശ്ചര്യം ജനാ സർവേ ദിദൃക്ഷാർത്ഥം സമാഗതാഃ. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു സംസ്കാരാൻ സ്വയമാധതേ ആശ്ചര്യം ജനാ സർവേ ദിദൃക്ഷാർത്ഥം സമാഗതാം. പശുവിൽ നിന്നുത്ഭവിച്ച ബാലകനെ കണ്ടിട്ട് പരമാശ്ചര്യയുക്തനായ ബ്രാഹ്മണനാകട്ടെ താൻ തന്നെ ബാലകന് വേണ്ടുന്ന ജാതകർമാദി സംസ്കാരങ്ങളെ നിർവഹിച്ചു.
ജനങ്ങളെല്ലാവരും ആശ്ചര്യ സംഭവം അറിഞ്ഞ് കാണാൻ ആഗ്രഹത്തോടുകൂടെ വന്നുകൊണ്ടിരുന്നു. കാരണം ഒരു പശു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിക്കുക, എന്നിട്ടോ ആ കുട്ടിക്ക് ചെവി പശുവിനെ പോലെ ഉണ്ടാവുക. അതുകൊണ്ടാണ് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായത്. അതെന്ത് കഴിഞ്ഞാൽ 64-ാമത്തെ ശ്ലോകം പറയണു. ഭാഗ്യോദയോ അധുനാ ജാത ആത്മദേവസ്യ പശ്യത ധ്വേന ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. എന്താ? ഭാഗ്യോദയോ അധുനാ ജാത ആത്മദേവസ്യ പശ്യതാം ധേന്വാ ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. നമ്മൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തൊക്കെ രൂപലാവണ്യങ്ങൾ ഉണ്ടാവണം, അതൊക്കെ ഈശ്വരാനുഗ്രഹം, ഈശ്വരനാണ് നിർണ്ണയിക്കുക. കാരണം വ്യക്തികളുടെ പ്രഭാവം പൂർവജന്മാന്തര സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ എങ്ങനെയാവണം, അതേപോലെയുള്ളൊരു ശരീരമാണ് കൊടുക്കുക ഭഗവാൻ. അപ്പോൾ അതിനർത്ഥം പറയണു, ആത്മദേവന് ഇപ്പോൾ ഭാഗ്യോദയമായിരിക്കുന്നു. പശുവിനുണ്ടായ ബാലൻ ദിവ്യസ്വരൂപിയായിരിക്കുന്ന കൗതുകത്തെ നിങ്ങൾ നോക്കുവിൻ എന്നിങ്ങനെ ജനങ്ങൾ തമ്മിൽ പറയണ്ടായി. അതായത് ആത്മദേവന് ഭാഗ്യോദയാണ് ഇപ്പോൾ ഉണ്ടായത്. 65-ാമത്തെ ശ്ലോകം. ജ്ഞാതം ന ജ്ഞാതം തത് രഹസ്യം തു കേനാഭിവിധിയോ ഗതാ ഗോകർണം ച സദം ദൃഷ്ട്വാ ഗോകർണം നാമ ച അകരോധ്. ന ജ്ഞാതം തത് രഹസ്യം തു കേനാഭിവിധിയോ ഗതാ ഗോകർണം ച സതം ദൃഷ്ട്വാ ഗോകർണം നാമ ച അകരോധ്. എന്താണർത്ഥം? സന്യാസി നൽകിയ ഫലഭക്ഷണം നിമിത്തമാണ് ധേനുവിൽ നിന്ന് ദിവ്യനായ പുത്രൻ ജനിച്ചതെന്നുള്ള കാരണം ദൈവയോഗത്താൽ ആർക്കും അറിവാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ആലോചനാതൽപരന്മാരായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധിച്ചില്ല. പശുവിൽ നിന്ന് ഉത്ഭവിച്ച ദിവ്യബാലകൻ്റെ കർണങ്ങൾ മാത്രം പശുകർണങ്ങളെന്ന പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് ആത്മദേവൻ ആ ബാലകന് ഗോകർണൻ എന്ന് പേരിട്ടു. അപ്പോൾ വിദ്വാൻമാരുടെ മനസ്സിൽ തോന്നുന്ന പേരുകളാണ് കുട്ടികൾക്ക് ഇട്ടിരുന്നത്. അപ്പോൾ ഗർഗൻ മുതലായിട്ടുള്ള ദിവ്യന്മാരാണ് ഭഗവാൻ ബാലരാമനും ശ്രീകൃഷ്ണനും പേരിട്ടത്. അപ്പോൾ ഇവിടെ ആത്മദേവൻ തന്നെ പേരിട്ടു. 66-ാമത്തെ ശ്ലോകം. കിയത്കാലേന തോ ജാതോ തരുണാം തനയാ ബുഭൂ ഗോകർണ പണ്ഡിതോ ജ്ഞാനീ ധുന്ദുകാരി മഹാഘലാം. കിയത്കാലേന തോ ജാതോ തരുണോ തനയാ ബുഭൂ ഗോകർണ പണ്ഡിതോ ജ്ഞാനീ ധുന്ദുകാരി മഹാഘല. എന്താ മഹാഘലൻ എന്ന് പറഞ്ഞാൽ? ഘലൻ എന്ന് പറഞ്ഞാൽ ആസുരീയ ബുദ്ധി ഉള്ളവൻ എന്നർത്ഥം. അപ്പോൾ ഇവിടെ മഹാഘലൻ അനിഷ്ടങ്ങൾ മാത്രം ചെയ്യുന്നവൻ എന്നർത്ഥം വേണമെങ്കിൽ പറയാം. അപ്പോൾ കാരണവൈചിത്രം നിമിത്തം, കാരണങ്ങളുടെ വൈചിത്രം നിമിത്തം കാര്യങ്ങൾ കണ്ടതായ വിചിത്രതയെ വിശദമാക്കുന്നു. കുറേ കാലം കൊണ്ട് ആ 2 പുത്രന്മാരും യൗവനയുക്തന്മാരായി ഭവിച്ചു. അപ്പോഴാണ് നമുക്ക് കഥകൾ കുറേ കൂടി അറിയാം. അപ്പോൾ കാരണവൈചിത്രം നിമിത്തം കാര്യത്തിൽ കണ്ടതായ വിചിത്രതയെ, അത്ഭുതത്തെ വിശദമാക്കണം. കുറേ കാലം കൊണ്ട് ആ 2 പുത്രന്മാരും നവയൗവനന്മാരായി ഭവിച്ചു. ഗോകർണൻ വിവേകബുദ്ധിയുള്ളവനും ജ്ഞാനിയും അറിയാൻ വന്നു. ധുന്ദുകാരി മഹാദുഷ്ടനുമായി ഭവിച്ചു. ധുന്ദുനിയുടെ മകൻ മഹാദുഷ്ടനായിട്ട് ഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ശ്ലോകം പറഞ്ഞത് 67. സ്നാനശൗചക്രിയാഹീനോ ദുർഭക്ഷീ ക്രോധസംയുത ദുഷ്പരിഗ്രഹകർത്താ ച ശവഹസ്തേന ഭോജനം. ഇത് 67-ാമത്തെ ശ്ലോകമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്?
കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ശവഹസ്തേന, ഇടത് കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നത് ആചാര്യ നിഷേധമാണ്. ശവഹസ്തേന, ഇടത് കൈ കൊണ്ട്. ദുർഭക്ഷി, ദുഷ്പദാർത്ഥങ്ങളെ ഭക്ഷിക്കുന്നവൻ. അപ്പം സ്നാനം, ശൗചം, ബ്രാഹ്മണോചിതമായ നിത്യകർമ്മം മുതലായ വിധികൾ ഇല്ലാത്തവനും സൂക്ഷിച്ചു പദാർത്ഥങ്ങളെ ഭക്ഷിക്കുന്നവനും സതുപദേശം ചെയ്യുന്നവരിൽ ക്രോധിക്കുന്നവനും ദുഷിച്ച പരിഗ്രഹങ്ങളെ സ്വീകരിക്കുന്നവനും, ദുഷിച്ച പരിഗ്രഹങ്ങൾ, ചെയ്യാത്ത ജോലിക്ക് പരിഗ്രഹം വാങ്ങിയാൽ അത് ദോഷമുള്ളതാണ്. പിന്നെ ഇടത്തു കൈകൊണ്ട് ഭുജിക്കുന്നവനുമായിരുന്നു. വാമഹസ്തേന യൽ ഭുക്തം മസതുല്യം സ്മൃതം ബുധൈ. ഇടതു കൈ കൊണ്ടാണ് യാതൊന്നിനെ എടുത്ത് ഭക്ഷിക്കുന്നുവോ ആ വസ്തു മാംസത്തിന് തുല്യമായതാണെന്ന് സ്മൃതിയുള്ളത് കൊണ്ടാണ് ശവഹസ്തം, ഇടതുകൈ എന്ന് നിർണയിച്ചത്. ദുഷ്പരിഗ്രഹങ്ങളെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തിലെ? ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞത്? അത് നമ്പർ ചെയ്ത ശ്ലോകമല്ല, ഒരു പ്രമാണം നമ്മൾക്ക് പറഞ്ഞു തരാണ്. തിലധേനുർഗജോ വാചി പ്രേതാനമജിനം മണി സുരഭി സൂയമാനാ ചതുഷു ദുഷ്ടാ സപ്തപരിഗ്രഹാത്. അതായത് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ആക്ഷൻ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, എള്ളുകൊണ്ട് നിർമ്മിച്ച പശു, ആന, കുതിര, പ്രേതാന്നം, കൃഷ്ണമൃഗത്തോൽ, മണി, ശാലിഗ്രാമം എന്ന് പേരായത്. പ്രസവിക്കുന്ന പശു പ്രസവിച്ച് കഴിയില്ല. കുട്ടിയുടെ മുഖം മാത്രം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നിലും പിന്നിലും മുഖമുള്ള പശുവെന്ന നിലയിലാണ് ഈ ഗോകർണൻ ധേനുവിന് സംസാരം. എന്നീ 7 പദാർത്ഥങ്ങളെ ബ്രാഹ്മണൻ സ്വീകരിച്ചുകൂടാ എന്നാണ് സ്മൃതിവചനം. ഇങ്ങനെ നിഷിദ്ധദാനങ്ങളെ സ്വീകരിക്കുന്നവരായിരുന്നു ധുന്തുകാരി. കാരണം നെഗറ്റിവിറ്റിയാണ് അവർ പറയുള്ളൂ, വേറൊന്നും പറയില്ല. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസികൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശ പ്രകടിച്ചുകൊണ്ട് നമസ്കാരം. നാളെ കാണാം.